നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. SSLC +2 ഗ്രേസ് മാർക്ക് സംസ്ഥാന സർക്കാർ പരിഷ്കരിച്ചു. അന്തർദേശീയ കായിക മത്സരങ്ങളിൽ ഒന്നാമതെത്തുന്നവർക്ക് 100 മാർക്ക്. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ പെരുന്നാളിന് കൊടിയേറി. പ്രധാന പെരുന്നാൾ മെയ് 5, 6, 7 തീയതികളിൽ. മീനച്ചിലാറിന്റെ വിവിധയിടങ്ങളിൽ നഞ്ച് കലക്കി മീൻപിടുത്തം വ്യാപകം. മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നു. വെള്ളത്തിന് ദുർഗന്ധം. ആറ്റിൽ കുളിക്കുന്നവർക്ക് ചൊറിച്ചിലും അസ്വസ്ഥതകളും. വാർത്തകൾ വിശദമായി. SSLC ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് പരിഷ്കരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. അന്തർദേശീയ കായിക മത്സരങ്ങളിൽ ഒന്നാമതെത്തിയാൽ 100 മാർക്കും ദേശീയ തലത്തിൽ 50 മാർക്കും ഗ്രേസ് മാർക്കായി ലഭിക്കും. SSLC ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന ഗ്രേസ് മാർക്ക് പരിഷ്കരിക്കാൻ ഉന്നതതല യോഗത്തിന്റെ തീരുമാനപ്രകാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സമർപ്പിച്ച നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചു. ഇതോടെ പരിഷ്കരിച്ച പുതിയ ഗ്രേസ് മാർക്ക് രീതി പ്രകാരമായിരിക്കും 2023-24 അധ്യയന വർഷത്തിൽ ഗ്രേസ് മാർക്ക് നൽകുക. ഇതുപ്രകാരം സംസ്ഥാന കലോത്സവം, ശാസ്ത്രോത്സവം, ശാസ്ത്ര സെമിനാർ, ഗണിതശാസ്ത്രം തുടങ്ങിയവയ്ക്ക് ABC ഗ്രേഡിന് അർഹരായവർക്ക് യഥാക്രമം 20, 15, 10 എന്നിങ്ങനെയും 1, 2, 3 സ്ഥാനം നിശ്ചയിച്ചിട്ടുള്ള മത്സരങ്ങൾക്ക് യഥാക്രമം 20, 17, 14 മാർക്ക് വീതവും നൽകും. സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ABC ഗ്രേഡ് ലഭിച്ചവർക്ക് യഥാക്രമം 25, 20, 15 എന്നിങ്ങനെയാവും മാർക്ക് നൽകുക. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രൊജക്ടിന് 20 മാർക്കുമുണ്ട്. അന്തർദേശീയ കായിക മത്സരങ്ങളിൽ 1, 2, 3 സ്ഥാനം നേടുന്നവർക്ക് യഥാക്രമം 100, 90, 80 എന്നിങ്ങനെയും പങ്കെടുത്തവർക്ക് 75 മാർക്കും ഗ്രേസ് മാർക്കായി ലഭിക്കും. ദേശീയ മത്സരങ്ങളിൽ 1, 2, 3 സ്ഥാനക്കാർക്ക് 50, 40, 30 എന്നിങ്ങനെയും പങ്കെടുത്തവർക്ക് 25 മാർക്കും ലഭിക്കും. ഇതേസമയം സംസ്ഥാന തലത്തിൽ ആദ്യ 4 സ്ഥാനക്കാർക്ക് 20, 17, 14, 7 എന്നിങ്ങനെയാവും മാർക്ക് ലഭിക്കുക. ഹയർ സെക്കൻഡറി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന് 25 മാർക്ക് ലഭിക്കും. രാജ്യ പുരസ്കാർ, ചീഫ് മിനിസ്റ്റർ ഷീൽഡ് എന്നിവ ലഭിക്കുന്നവർക്ക് 40 മാർക്ക് ലഭിക്കും. രാഷ്ട്രപതി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന് 50ഉം റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുക്കുന്ന വോളണ്ടിയേഴ്സിന് 40 മാർക്കും ലഭിക്കും. സർട്ടിഫിക്കറ്റ് ഉള്ള NSS വോളണ്ടിയേഴ്സിന് 20 മാർക്കും റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് 40 മാർക്കും ഗ്രേസ് മാർക്കായി ലഭിക്കും. NCC കേഡറ്റ്സുകൾക്ക് 20, റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് 40ഉം നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പിൽ ഉള്ളവർക്ക് 30 മാർക്കും വീതം നൽകാനാണ് പുതിയ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി പള്ളിയിൽ പെരുന്നാളിന് കൊടിയേറി. മെയ് 5, 6, 7 തീയതികളിലാണ് പ്രധാന തിരുനാൾ. പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയുയർന്നു. പുതുപ്പള്ളി എറികാട് കരകളിൽ നിന്നും ഘോഷയാത്രയായി എത്തിച്ച കൊടിമരങ്ങൾ പുതുപ്പള്ളി പള്ളിക്ക് വലം വച്ച ശേഷം വൈദികർ ആശീർവദിച്ചു. തുടർന്ന് കൊടിമരത്തിന് മുകളിൽ കുരിശു നാട്ടി. വഞ്ചിപ്പാട്ട് പാടിയും ആർപ്പു വിളിച്ചുമാണ് ഇരട്ട കൊടിമരങ്ങൾ ദേവാലയത്തിലേക്ക് എത്തിച്ചത്. വാദ്യമേളങ്ങൾ അകമ്പടിയായി. തുടർന്ന് കൊടിമരങ്ങൾ പള്ളിയങ്കണത്തിൽ സ്ഥാപിച്ചു. വികാരി ഫാദർ വർഗീസ് കല്ലൂർ പെരുന്നാൾ കൊടിയേറ്റ് നിർവഹിച്ചു. മെയ് 5, 6, 7 തീയതികളിലാണ് പ്രധാന പെരുന്നാൾ. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പെരുന്നാളിന് മുഖ്യ കാർമ്മികത്വം വഹിക്കും. മെയ് 4 വരെയും മെയ് 8 മുതൽ 23 വരെയും 6:45 പ്രഭാത നമസ്കാരവും 7:15 കുർബാനയും നടക്കും. മെയ് 6 ഒഴികെ എല്ലാ ദിവസവും വൈകിട്ട് 5:30 സന്ധ്യാ നമസ്കാരവും ഉണ്ടായിരിക്കും. മെയ് 1 മുതൽ 4 വരെ ദിവസവും വൈകിട്ട് 6:15 പുതുപ്പള്ളി കൺവെൻഷനും തുടർന്ന് 8 മണിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയും നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലയിലെ പ്രധാന ജലസ്രോതസ്സായ മീനച്ചിലാറ്റിൽ നഞ്ച് കലക്കിയുള്ള മീൻപിടുത്തം വ്യാപകമാകുന്നു. ഇതുമൂലം മീനുകൾ ചത്തുപൊങ്ങുകയാണ്. മീൻ ചീഞ്ഞ് വെള്ളത്തിന് ദുർഗന്ധവുമുണ്ട്.
മീനച്ചിലാറ്റിൽ നഞ്ച് കലക്കിയുള്ള മീൻപിടുത്തം വ്യാപകമാകുന്നു. ഇതുമൂലം കടവുകളിൽ മീൻ ചത്തുപൊങ്ങുകയാണ്. രാത്രികാലങ്ങളിൽ മീനച്ചിലാറ്റിൽ നഞ്ച് കലക്കുന്നതാണ് മീൻ ചത്തുപൊങ്ങുന്നതിന് കാരണമെന്ന് പറയപ്പെടുന്നു. മുൻ വർഷങ്ങളിലും ഇതേ രീതിയിൽ വിഷം കലർത്തി മീൻ പിടിച്ചതുമൂലം മീനുകൾ ചത്തുപൊങ്ങിയിരുന്നു. കടുത്ത വേനലിൽ ആറ്റിലെ ജലനിരപ്പ് താണിരിക്കുന്നതിനാൽ നഞ്ച് കലക്കുന്നത് വെള്ളം അഴുക്കാകാൻ കാരണമായിട്ടുമുണ്ട്. വിഷം കലർത്തുന്നതിനാൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നുമുണ്ട്. രൂക്ഷമായ ദുർഗന്ധവുമാണ്. വേനൽ രൂക്ഷമായ സാഹചര്യത്തിൽ കുളിക്കാനും അലക്കാനും ഒട്ടേറെ ആളുകളാണ് മീനച്ചിലാറിനെ ആശ്രയിക്കുന്നത്. വിഷം കലർത്തുന്നതോടെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലുമാകുന്നു. വെള്ളം ഉപയോഗിക്കുന്നവർക്ക് ചൊറിച്ചിലും മറ്റ് അസ്വസ്ഥതകളും ഉണ്ടാകുന്നതും പതിവായി. രാത്രികാലങ്ങളിൽ ആറ്റിൽ വിഷം കലർത്തുന്ന സാമൂഹിക വിരുദ്ധർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. കാഞ്ഞിരപ്പള്ളിയിൽ കാറിന്റെ ജാക്കി തെന്നി തലയിൽ വീണുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരണപ്പെട്ടു. പട്ടിമറ്റം സ്വദേശി മുഹമ്മദ് ഫിറോസ് ആണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരമാണ് വർക്ക്ഷോപ്പിൽ ജോലിക്കിടെ ജാക്കി തെന്നി കാർ ഫിറോസിന്റെ തലയിൽ വീണത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഫിറോസ് പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഖബറടക്കം നടത്തി. ബന്ധുവീട്ടിലെത്തിയ യുവാവ് ചീട്ടുകളിക്കിടയിലുണ്ടായ വാക്കുതർക്കത്തിൽ കുത്തേറ്റ് മരിച്ചു. കൊല്ലപ്പള്ളി മങ്കര സ്വദേശി ലിബിനാണ് മരിച്ചത്. ചീട്ടുകളിക്കിടയിൽ ഉണ്ടായ വാക്കുതർക്കത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. കൊല്ലപ്പള്ളി മങ്കര സ്വദേശി ലിബിൻ ജോസ് ആണ് കൊല്ലപ്പെട്ടത്. 26 വയസ്സായിരുന്നു. കൊല്ലപ്പള്ളി മങ്കര ഭാഗത്ത് ബന്ധുവിന്റെ കുട്ടിയുടെ ആദ്യ കുർബാന സ്വീകരണ ചടങ്ങിനെത്തിയ ലിബിനും സുഹൃത്തുക്കളും പാലാ സ്വദേശിയുമായ മറ്റൊരു വ്യക്തിയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് കത്രിക ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു. പാലാ പരുമലക്കുന്ന് പുത്തൻപുരയ്ക്കൽ അഭിലാഷ് ഷാജി, കണിയാമുകളിൽ വീട്ടിലെ ഗൃഹനാഥ നിർമ്മല, ഇവരുടെ ബന്ധു എറണാകുളം സ്വദേശി ബെന്നി എന്നിവർക്കാണ് പരിക്കേറ്റത്. ബെന്നിക്കും കുത്തേറ്റിട്ടുണ്ട്. മദ്യപാനവും ചീട്ടുകളിയും നടക്കുന്നതിനിടെയാണ് വാക്കുതർക്കവും സംഘട്ടനവും കത്തിക്കുത്തും ഉണ്ടായത്. സംഭവത്തെ തുടർന്ന് പാലാ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രതിയായ യുവാവിന്റെ അറസ്റ്റ് പോലീസ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. അഭിലാഷ് മറ്റ് ചില കേസുകളിൽ നേരത്തെ പ്രതിയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലാ. പാമ്പാടി ശുഭാനന്ദാശ്രമത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് വിളംബര രഥവാഹന ഘോഷയാത്ര നടത്തി. മണർകാട് ഭഗവതി ക്ഷേത്ര മൈതാനത്ത് നിന്ന് ആരംഭിച്ച വാഹന ഘോഷയാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. ആത്മബോധോദയ സംഘം പാമ്പാടി ശുഭാനന്ദാശ്രമത്തിന്റെ 35ാമത് വാർഷികത്തിന്റെയും ആനന്ദ ജി ഗുരുദേവന്റെ ഉത്രാടം ജന്മനക്ഷത്ര ശതാബ്ദി ആഘോഷത്തിന്റെയും ഭാഗമായി വിളംബര രഥവാഹന ഘോഷയാത്ര നടത്തി. മണർക്കാട് ഭഗവതി ക്ഷേത്രം മൈതാനത്ത് സംഘടിപ്പിച്ച പരിപാടി ചെറുകോൽ ആത്മബോധോദയ സംഘം ട്രസ്റ്റ് സെക്രട്ടറി സ്വാമി ഗീതാനന്ദൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ശുഭാനന്ദ ഗുരുദേവന്റെയും ശുഭാനന്ദ ട്രസ്റ്റ് സ്ഥാപകൻ ആനന്ദജി ഗുരുദേവന്റെയും ഛായാചിത്രങ്ങൾ വഹിച്ചുകൊണ്ടുള്ള രഥവാഹന ഘോഷയാത്രയിൽ സന്യാസി ശ്രേഷ്ഠരും നൂറുകണക്കിന് ഭക്തജനങ്ങളും അണിനിരന്നു. മണർക്കാട് പുതുപ്പള്ളി വെട്ടത്ത് കവല മീനടം കുറ്റിക്കൽ ഇലകൊടിഞ്ഞി തുടങ്ങിയ ഇടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ഘോഷയാത്ര ഉച്ചയോടെ ആശ്രമസന്നിധിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് സമൂഹസദ്യയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. കോട്ടയം ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രഥമ ഗ്ലെൻറാക്ക് ബാഡ്മിന്റൺ ലീഗ് ചാമ്പ്യൻഷിപ്പ് മെയ് 1 ഏറ്റുമാനൂർ ഇൻഡോർ സ്പോർട്സ് അക്കാദമിയിൽ നടക്കും. ജില്ലയിലെ ബാഡ്മിന്റൺ പ്രൊമോഷൻ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന കളിക്കാരെ ലേലത്തിലൂടെ ഫ്രാഞ്ചൈസികൾ ഓരോ വിഭാഗത്തിനും 3 വീതം കളിക്കാരെ കണ്ടെത്തി പ്രാക്ടീസ് നടത്തിവരുന്നു. നല്ല പ്രതികരണമാണ് കളിക്കാരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ലേലത്തിലൂടെയാണ് ഈ ടൂർണമെന്റ് കളിക്കുന്ന കുട്ടികളെയും ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോ കാറ്റഗറിയിലും 3 പേരും വീതം കളിക്കാരെ സെലക്ട് ചെയ്ത് അവർക്ക് സ്ഥിരമായിട്ട് ഇപ്പോൾ ഓരോ സ്റ്റേഡിയങ്ങൾ കേന്ദ്രീകരിച്ച് അവർ പ്രാക്ടീസ് ചെയ്യുന്നു. കൃത്യം മത്സരങ്ങൾ തുടങ്ങുന്നത് രാവിലെ 9 മണിക്കാണ്. പക്ഷേ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് കളിക്കാരുടെ മാർച്ച് പാസ്റ്റ്, അത് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രോഗ്രാം എല്ലാം കൃത്യസമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പൂഞ്ഞാർ മങ്കുഴി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവം മെയ് 10 നടക്കും. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 12:46-നും 2:45-നും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കും. ഇതിന് മുന്നോടിയായി ചൊവ്വാഴ്ച ശിവഗിരിയിൽ നിന്നും ദേവവിഗ്രഹങ്ങളും ഒപ്പം ദിവ്യജ്യോതിയും ഘോഷയാത്രയായി പൂഞ്ഞാറിലേക്ക് കൊണ്ടുവരുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശിവഗിരിയിൽ നിന്നും ശ്രീ മഹാദേവന്റെയും ശ്രീനാരായണ ഗുരുദേവന്റെയും ഭദ്രാദേവിയുടെയും വിഗ്രഹങ്ങൾ കൊണ്ടുള്ള ഘോഷയാത്ര നാളെ ശിവഗിരിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. അത്
വരുന്ന വഴിയിലെ സഹായങ്ങളുടെയും യൂണിയനുകളുടെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നാളെ വൈകിട്ട് കോട്ടയത്ത് നാഗമ്പടം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. നാളെ കഴിഞ്ഞ് രാവിലെ അത് നാഗമ്പടത്തു നിന്ന് പൂഞ്ഞാറിലേക്ക് പുറപ്പെടും. മെയ് 1 മുതൽ 10 വരെ നീണ്ടു നിൽക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾ നടക്കും. മെയ് 10-ാം തീയതി ഉച്ചകഴിഞ്ഞുള്ള 12:45-നും 2:45-നുമുള്ള ശുഭമുഹൂർത്തത്തിൽ പത്മശ്രീ ശ്രീമദ് വിശുദ്ധാനന്ദ സ്വാമികളുടെ മഹനീയ സാന്നിധ്യത്തിൽ ബ്രഹ്മശ്രീ രഞ്ജു അനന്തഭദ്ര തന്ത്രികൾ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കും. അറിയിപ്പ്: കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഏപ്രിൽ മാസം ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ഡിഗ്രി, +2, SSLC യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ, ഫോൺ 7994449314. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കോട്ടയം പാമ്പാടി അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. വിവരങ്ങൾക്ക് ഫോൺ 8921636122. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSLC +2 ഗ്രേസ് മാർക്ക് സംസ്ഥാന സർക്കാർ പരിഷ്കരിച്ചു. അന്തർദേശീയ കായിക മത്സരങ്ങളിൽ ഒന്നാമതെത്തുന്നവർക്ക് 100 മാർക്ക്. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ പെരുന്നാളിന് കൊടിയേറി. പ്രധാന പെരുന്നാൾ മെയ് 5, 6, 7 തീയതികളിൽ. മീനച്ചിലാറിന്റെ വിവിധയിടങ്ങളിൽ നഞ്ച് കലക്കി മീൻപിടുത്തം വ്യാപകം. മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നു. വെള്ളത്തിന് ദുർഗന്ധം. ആറ്റിൽ കുളിക്കുന്നവർക്ക് ചൊറിച്ചിലും അസ്വസ്ഥതകളും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.